നിങ്ങൾക്ക് പൈൽസ് അഥവാ ഹെമറോയിഡ്സ് ഉണ്ടോ? ഈ പെയിൻ സഫർ ചെയ്യുന്ന ആരെങ്കിലും നിങ്ങളുടെ പരിചയത്തിലുണ്ടോ? അവർക്കായി നമ്മളിതാ ഒരു ഹോം റെമഡി പറയുകയാണ്. ആദ്യമായി ഇതിന്റെ കോസസ് എന്താണെന്ന് നമുക്ക് നോക്കാം. പെയിൻഫുൾ ആയി ടോയ്ലറ്റിൽ പോവുക, കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവുക, ഡയേറിയ വരിക, ഒരു ലോങ് ടേം നമ്മൾ സ്ക്വാറ്റിംഗ് പൊസിഷനിൽ ഇരിക്കുക. ഇവയൊക്കെ കാരണം ഏനസ് റീജിയനിലെ വെയിൻസ് സ്വെല്ലൻ ആവുകയും അവിടുന്ന് പെയിൻ കുറച്ച് ക്രോണിസിറ്റി കൂടുമ്പോൾ ബ്ലീഡിങ് ഉണ്ടാവുകയും ചെയ്യുന്നു. ഇതിനു വേണ്ടിയുള്ള ഹോം റെമഡീസ് ആണ് ബാക്കി നമ്മൾ നോക്കുന്നത്. ആദ്യമായി നമുക്ക് ഫുഡിൽ ചെറിയ ഉള്ളി നെയ്യിൽ വഴറ്റി കഴിക്കുന്നത് ഭയങ്കര ഫ്രൂട്ട്ഫുൾ ആയിരിക്കും. പെയിൻ ഉള്ള ഭാഗത്ത് കോക്കനട്ട് ഓയിൽ അല്ലെങ്കിൽ മുറുവെണ്ണ നിങ്ങൾക്ക് അപ്ലൈ ചെയ്തിരിക്കുന്നത് നല്ല പെയിൻ റിലീഫിന് ഹെൽപ്ഫുൾ ആവും. സിറ്റ് ബാത്ത്, അതായത് നമ്മൾ ചൂടുവെള്ളത്തിൽ നല്ലോണം തിളപ്പിച്ച ചൂടുവെള്ളത്തിൽ ഒന്ന് തണുത്തതിന് ശേഷം ഇരിക്കുക. അപ്പൊ ഈ ചൂടുവെള്ളത്തിൽ നിങ്ങൾക്ക് പുളിയിലയോ അല്ലെങ്കിൽ ആവണക്കിലയോ ഇട്ട് തിളപ്പിച്ചാൽ കുറച്ചും കൂടെ നല്ലതാണ്. അത് കിട്ടാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് നോർമലി ഒന്ന് വെള്ളം തിളപ്പിക്കുക. നമുക്ക് ഇരിക്കാൻ പാകത്തിന്റെ ചൂടിൽ ഒന്ന് സിറ്റ് ബാത്ത് ചെയ്യുക. ഒരു 10 to 15 മിനിറ്റ്സ് നിങ്ങളുടെ ഒരു പെയിൻ കാര്യങ്ങളും കൺസിഡർ ചെയ്തിട്ട് മാത്രം ഇരിക്കുക. അതിരിക്കുന്നത് മോർ റിസൾട്ട് ആയിരിക്കും. ഇതിന്റെ കൂടെ തന്നെ നിങ്ങൾ ഫുഡിൽ ഫൈബ്രസ് കണ്ടന്റ് ആഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് നല്ലവണ്ണം കഴിക്കുക, വെള്ളം ധാരാളം കുടിക്കുക. ദെൻ അധികം എരിവ് അല്ലെങ്കിൽ സ്പൈസി ഫുഡ്, ടിൻഡ് ഫുഡ് അതൊക്കെ മാക്സിമം, ഓയിലി ഫുഡ്സ് മാക്സിമം ഒന്ന് റെഡ്യൂസ് ചെയ്യുന്നത് നല്ല റിസൾട്ട് കിട്ടും. ഇത് നിങ്ങളൊന്ന് നല്ലോണം ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഒരുവിധം നമുക്ക് പെയിൻ ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റും. പൈൽസിന്റെ ബുദ്ധിമുട്ട് കാരണം സഫർ ചെയ്യുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഡോക്ടറെ അണ്ടറിൽ ട്രീറ്റ്മെന്റ് എടുക്കുക, ഡോക്ടറോട് കൺസൾട്ട് ചെയ്യുക. ബാക്കി എല്ലാ അസുഖം പോലെ തന്നെയാണ് ഇതും. അതുകൊണ്ട് നിങ്ങളൊരു ബുദ്ധിമുട്ടും വിചാരിക്കേണ്ട. ഉറപ്പായിട്ടും ഹോം റെമഡി പ്ലസ് ട്രീറ്റ്മെന്റ് ആയിട്ട് മുന്നോട്ട് പോവുക.